ഇങ്ങനെ താടി ഞെക്കി പിഴിഞ്ഞിരിക്കാതെ എന്തെങ്കിലും ഒരു പ്രതിവിധി ഉരുളിയാലും. ഉരുളാറും പെരുളാറും ഒന്നുമില്ല, അരുളാറേ ഉള്ളൂ. അരുളുകയോ ഉരുളുകയോ പെരളുകയോ എന്തെങ്കിലും ആവട്ടെ, ഞാൻ പറഞ്ഞ പ്രശ്നത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം സ്വാമി കണ്ടുപിടിച്ചു തരണം. പരിഹാരമൊക്കെ ഉണ്ട്. അതിനു മുമ്പ് കട്ടിക്ക് ഒരു ദക്ഷിണ വച്ചാട്ടെ. അതിനാണോ അത്ര ലേറ്റാക്കിയത്? ₹100? അതിത്തിരി കൂടിപ്പോയല്ലോ. കൂടുതലാണെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറഞ്ഞ പ്രശ്നത്തിന് പരിഹാരാവട്ടെ. അപ്പോ രാമായണം വായിച്ചപ്പോ ആ കുട്ടിയിൽ ഭാവപ്പകർച്ച ഉണ്ടായെങ്കിൽ ഉറപ്പായും അത് പൈശാചിക ശക്തിയുടെ പ്രഭാവം തന്നെ. വല്ലാത്തൊരു പൈശാചികത എനിക്ക് ആ കൊച്ചിൽ മണക്കുന്നുണ്ട്. സാരമില്ല, നമുക്കത് ഒന്നുകൂടി ഉറപ്പിക്കാം. ഈ ഭസ്മം ഒരു ഇലയിലാക്കി അവൾക്ക് നേരെ നീട്ടണം. എന്തെങ്കിലും അനുനയം പറഞ്ഞ് അവളെ കൊണ്ട് തൊടുവിക്കുകയും വേണം. ഈ ഭസ്മം തൊട്ടാ അവളുടെ ഉള്ളിലെ പൈശാചിക ശക്തി പോവോ സ്വാമി? പോവുകയില്ല, കൂടുതൽ ശക്തിയോടെ അത് മറന്നേക്കി പുറത്തു വരും. പിന്നെ അവിടെ സംഭവിക്കുന്നത് അവളുടെ ഒരു താണ്ഡവം തന്നെയായിരിക്കും. അതോടെ ഉറപ്പിക്കാം അവളൊരു അസുര ജന്മമാണെന്നും രാക്ഷസ ശക്തിയാണ് അവളിൽ കുടികൊള്ളുന്നതെന്നും. അയ്യടാ, അത് മതി എനിക്ക്. അവള് ചില്ലറക്കാരിയല്ലെന്നേ ആ കുടുംബത്തിലെ എല്ലാവരും ഒന്ന് തിരിച്ചറിഞ്ഞാ മതി. അങ്ങനെ അറിഞ്ഞ അവളെ സന്ദീപ് സാറ് തന്നെ തല്ലി ഓടിച്ചോളൂ. മതി, ഈ ഭസ്മം വെച്ച് ഞാനൊരു കലക്ക് കലക്കും സ്വാമി. സംഭവിച്ച പോലെ നടന്ന സ്വാമിക്ക് ഇതുപോലെ കട്ടിയുള്ള ദക്ഷിണ ഞാൻ ഫ്രീ ആയിട്ട് തരും. എന്നാ ഞാൻ പോയിക്കോട്ടെ സ്വാമി, അനുഗ്രഹിച്ചാലും. നിന്റെ ഇംഗിതം പോലെ തന്നെ സംഭവിക്കട്ടെ. ഈ വന്ന കാലത്തും ഈ വക മണ്ടത്തരങ്ങൾ വിശ്വസിക്കാൻ ഇവളെപ്പോലെയുള്ളവരുള്ളതാ നമ്മുടെ ഒരു ബലം. പോളിഷ് ജന്മങ്ങൾ. ദേവയാനി ടീച്ചറെ, കൃത്യം 9 മണിക്ക് തന്നെ ഞാൻ സ്കൂളിലെത്തും. നിങ്ങളെല്ലാവരും ആ സമയത്ത് അവിടെ ഉണ്ടാവണം. ചില പ്രധാന കാര്യങ്ങൾ സംസാരിക്കാനും തീരുമാനം എടുക്കാനും ഒക്കെ ഉണ്ട്. എല്ലാം പറഞ്ഞ പോലെ. ശ്രീകലാമ്മയുടെ അമ്മായിയമ്മ സ്കൂളിൽ കാര്യമായിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ. എന്താ അവരുടെ ഉദ്ദേശം? എനിക്കൊന്നും അറിയില്ല. പക്ഷേ അമ്മ എന്നോടൊന്നും പറഞ്ഞില്ല. സ്കൂൾ ലൈവാക്കി എടുക്കാൻ തന്നെയാവും അമ്മ മനസ്സിൽ കണ്ടിരിക്കുന്നത്. ശ്രീലാമ്മ വന്നേ. ശരി ശരി, എല്ലാം പറഞ്ഞ പോലെ തന്നെ. ഓക്കെ. അമ്മേ, അമ്മ ഇന്ന് സ്കൂളിൽ പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. അവിടുത്തെ കാര്യങ്ങളൊന്ന് നേരെയാക്കി എടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. അമ്മേ, അമ്മയ്ക്കിപ്പൊ ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ? സ്കൂളിലെ കാര്യങ്ങൾ തട്ടിയും മുട്ടിയൊക്കെ അങ്ങ് പൊയ്ക്കോളും. അങ്ങനെ തട്ടിയും മുട്ടിയും പോവാനല്ലല്ലോ ആ സ്കൂൾ അവിടെ ഉള്ളത്. പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഭാവിയെ കരുതിയെങ്കിലും കാര്യങ്ങളൊക്കെ നേരെ ചൊവ്വയാക്കി എടുക്കണം.